നിന്റെ സഹോദരനെവിടെ? കായേ കായേ നിന്റെ സഹോദരനെവിടെ? നിന്റെ സഹോദരനെവിടെ? നിന്റെ സഹോദരനെവിടെ? കായേ കായേ നിന്റെ സഹോദരനെവിടെ? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? നിന്നെ വിഴുങ്ങുവാൻ കാത്തിരിപ്പൂ. തിന്മ നിൻ പടിയിൽ കാത്തിരിപ്പൂ. നിന്നെ വിഴുങ്ങുവാൻ കാത്തിരിപ്പൂ. ജാഗ്രതയോടെ നീങ്ങിയില്ലെങ്കിലോ സത്യമായി വീണിടും ഓർത്തിടേണം. ജാഗ്രതയോടെ നീങ്ങിയില്ലെങ്കിലോ സത്യമായി വീണിടും ഓർത്തിടേണം. ദൈവം പറഞ്ഞൊരു വാക്കുകൾക്കോ തെല്ലുമേ ഗൗരവം നൽകിടാതെ. ദൈവം പറഞ്ഞൊരു വാക്കുകൾക്കോ തെല്ലുമേ ഗൗരവം നൽകിടാതെ. ദുഷ്ടതയ്ക്കുള്ളിൽ ഇടം കൊടുത്തു. സോദരനെതിരായ പക ജ്വലിച്ചു. പാടത്ത് വച്ചെന്ന് തക്കത്തിലവന പാവമവേലിനെ കൊന്നുവല്ലോ. പാടത്ത് വച്ചെന്ന് തക്കത്തിലവന പാവമവേലിനെ കൊന്നുവല്ലോ. ഭൂമിയിലാദ്യമായി സോദര ചോരയ്ക്ക് കാരണമായവൻ ശാപമേറ്റു. ദൈവം ശപിച്ചു കായേനെ ഭൂമിയിൽ എങ്ങും അലയുവാൻ പറഞ്ഞയച്ചു. ദൈവം ശപിച്ചു കായേനെ ഭൂമിയിൽ എങ്ങും അലയുവാൻ പറഞ്ഞയച്ചു. കായേന്റെ മക്കളീ ഊഴിയിൽ സോദര ചോരയെന്നെന്നും ചൊരിഞ്ഞിടുമ്പോ. കായേന്റെ മക്കളീ ഊഴിയിൽ സോദര ചോരയെന്നെന്നും ചൊരിഞ്ഞിടുമ്പോൾ. ഓർക്കേണമീശ്വര ശാപമേറ്റിടുമേ ഒരു കാലവും ഗുണമാകയില്ല. ഓർക്കേണമീശ്വര ശാപമേറ്റിടുമേ ഒരു കാലവും ഗുണമാകയില്ല. ഒരു
ഇരുളുകളെ നിറവുകളാക്കിടുവാൻ സ്നേഹിതനായി ക്രൂശിതനുണ്ടല്ലോ. കാനായിൽ അന്നൊരു നാൾ, മരുഭൂമിയിൽ പിന്നൊരു നാൾ, ജനമനസ്സിൽ ഭീതിയുണർന്നപ്പോ പടിപടിയായി പരിഹാരം കാണാം. പരമോന്നതനേശു വിൽക്കാനുണ്ട് മിശിഹായെ. 2000 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ജന്മം നൽകുവാൻ ഇടമില്ലാതെ കൊട്ടിയടയ്ക്കപ്പെട്ട നസ്രത്തിലെ വാതിലുകൾ പവിത്രമായ മനുഷ്യപുത്രന്റെ ജന്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യമില്ലാതെ പോയ ഭവനങ്ങൾ, കാലചക്രത്തിന്റെ പ്രയാണത്തിൽ നമ്മിലൊരുവനായി നമ്മോടൊപ്പം വസിക്കുവാൻ ഹൃദയ കവാടങ്ങളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന യേശു തമ്പുരാൻ, ആധുനിക യുഗത്തിൽ മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെയും ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെയും യാത്ര. അപ്പൻപാർ സെന്റ് തോമസ് യൂണിറ്റ് അണിയിച്ചൊരുക്കുന്ന എളിയ കലാവിരുന്ന് വിൽക്കാനുണ്ട് ഈശോയെ. How do you break through this? Fourth in the medal table. You can give the deaf grandchild. The largest charities helping deaf രാവിലെ മുതൽ ഈ കുടുംബത്തിലെ ജോലികളെല്ലാം ചെയ്യുന്നില്ലേ? കുക്കിങ്, ക്ലീനിങ്, കുട്ടികളുടെ കാര്യങ്ങൾ. നിനക്ക് ഈ കുടുംബത്തിലെ കഷ്ടപ്പാട് എന്തെങ്കിലും അറിയുന്നു? അതിപ്പോ പറയുന്ന കേട്ടാ തോന്നും ഞാൻ രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ പോയി വെറുതെ എന്നിട്ട് വരികയാണ്. അച്ഛൻ പറയുന്ന കേട്ട് 3-4 വരെ 1-2 മതിയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഒറ്റൊരെണ്ണം പറഞ്ഞ അനുസരിക്കുകയാണ്. അച്ഛനൊക്കെ പറഞ്ഞാ മതിയല്ലോ, ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ ഇതിന്റെയൊക്കെ ഒരു സുഖം. നിങ്ങളുടെ എക്സ്പാക്ടറും വൈഫാക്ടറും ഒക്കെ കാണിക്കാതെ വന്ന് പ്രാർത്ഥിക്കാമോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ ഈശോയെ, ഇന്നേ ദിവസം തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇന്നേ ദിവസം തന്ന ബാങ്ക് ഷിഫ്റ്റിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇനി ഒത്തിരി ബാങ്ക് ഷിഫ്റ്റുകൾ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ,
ഞങ്ങൾക്ക് കുറഞ്ഞത് ഒരു 3-4 വീടും കൂടി എങ്കിലും മേടിക്കാൻ സാധിപ്പിക്കണമേ. ഈശോയെ, ഞാൻ ഈ കാട്ട് വണ്ടി ഒന്ന് വിറ്റിട്ട് നല്ലൊരു 7 സീറ്ററിന്റെ വണ്ടി ഒന്ന് മേടിപ്പിക്കാൻ തോന്നിപ്പിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ഓസ്ട്രേലിയക്ക് പോകുന്ന വിസയുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണേ. നീ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ വാരി കൂടിയൊന്നും പോരെ. ആ റേഡിയേറ്റർ ഓഫ് ചെയ്തായിരുന്നു നിങ്ങൾ. എൻ്റെ ദൈവമേ, ഇനി ഈ മാസത്തെ ബില്ല് വരുമ്പോ എന്തോ ആവോ. നീ പ്രാർത്ഥിക്കുവാണോ അതോ നാട്ടുകാരെ അന്വേഷിക്കുവാണോ? പ്രാർത്ഥിക്കാമോ? എല്ലാവരും പ്രാർത്ഥിക്കാം. ഈശോയെ വരണേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമേ. ഈശോയെ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ തന്നെ വരണമേ. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വസിക്കണമേ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ കൂടെ വന്ന് വസിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും വേഗം കൈ കഴുകി ഡിന്നർ കഴിക്കാൻ വാ. ഡിന്നർ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ സീരിയലൊക്കെ ഒന്ന് കാണാൻ. എൻ്റെ ദൈവമേ, ആ അമ്മക്കിളിയും കുക്കുമപ്പും ഒക്കെ എന്തോ ആയോ ആവും. 2 ദിവസമായി കണ്ടിട്ട്. ഇന്ന് അവൾക്ക് ഡേ ഓഫ് ആണ്. ഇന്നെങ്കിലും ഒരു കപ്പ് ചായ ഉണ്ടാക്കി തരുമോ ആവും. ഞാൻ ഇന്നലെ പറയാൻ വിചാരിച്ചതാ. ആ ജേസന്റെ കല്യാണത്തിന് പോകാൻ എനിക്ക് പുതിയ സാരി ഇല്ല. ഈ സാരി എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഒന്ന് മാറാവോ? ഏത് സാരി എടുക്കുന്ന കൺഫ്യൂഷനാ ഞാനിവിടെ. അപ്പോഴവിടെ അങ്ങോട്ട് വയ്ക്കാൻ. ഈ ബ്ലൂ സാരി ആണെങ്കിൽ ഞാൻ ആ ജോസിന്റെ പിള്ളേരുടെ ആദ്യ കുർബാനയ്ക്ക് കൊടുത്തതാ. ആണെങ്കിൽ ആ വയലറ്റ് സാരി ആണെങ്കിൽ കഴിഞ്ഞ ഓണത്തിന് കൊടുത്തതാ. ഇങ്ങനെ ആ പിങ്ക് സാരി ആണെങ്കിൽ പറയുകയോ വേണ്ട, അത് കഴിഞ്ഞ പെരുന്നാളിന് കൊടുത്തതാ. ഇനി ആ ഗ്രീൻ സാരി ആണെങ്കിൽ മിനിങ്ങാന്ന് ക്രിസ്മസിനാണ് ഉടുത്തോ. ഓരോ വിളിച്ചോണ്ട് വരുന്ന സാരികളെ ഒന്ന് കാണണ്ട. അതിന് 2-3 അലമാര നിറയെ നിന്റെ സാരിയല്ലേ? അതൊക്കെ ഞാൻ ഓരോ ഫംഗ്ഷൻ എടുത്തിട്ടുള്ളതാ. എല്ലാരും കണ്ടിട്ടുള്ളതാ. നോക്കിക്കോ, അമേരിക്കൻ ചേച്ചിയും ലിജയും ഇനിയൊക്കെ എന്നെ കളിയാക്കും. അത്യാവശ്യം ഞാനൊരു ബാങ്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്റെ അടുത്താണ് കളി. ഞാൻ കാണിച്ചു തരാം. അതല്ലേലും അങ്ങനെ എത്ര കിട്ടിയാലും മതിയാവില്ല ഈ വർഗത്തിന്. ഇതങ്ങ് ഊരി തന്നാൽ മതിയോ? വെറുതെ അല്ല കർത്താവ് പറഞ്ഞത്, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. അതാരാ വരുന്നത്? ആരോ വരുന്നുണ്ടല്ലോ. വെള്ള ഉടുപ്പും ചുമന്ന ഷാളും മുടിയൊക്കെ നീട്ടി താടിയൊക്കെ വെച്ച്. കണ്ടിട്ടുള്ള പോലെ ഇരിക്കുന്നല്ലോ. അതെ, അത് കണ്ടിട്ട് ഈശോയെ പോലെ ഇരിക്കുന്നല്ലോ. അയ്യോ, അത് ഈശോ തന്നെയാണ്. ഈശോ ഈശോ അതെ, ഇനി വന്നേ ഞാൻ ഈ കാര്യം പറയട്ടെ. നമ്മൾ ഓൾറെഡി ലേറ്റായി. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആകെ തീരുവാനാകും. നമ്മൾ പോണ പുറകെ ഒക്കെ കൊണ്ടു നടക്കേണ്ടി വരും. എനിക്കിപ്പോഴാണ് ഓർമ്മ വരുന്നത്, നീയും പിള്ളേരും കൂടെ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥിച്ചില്ലേ, ഈശോയെ വരണേ, ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വസിക്കണേ എന്നൊക്കെ. അതായിരിക്കും രാവിലെ ഈശോ ഇങ്ങോട്ട് വന്നത്. ചിലപ്പോ അതായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ആ ലവ്ലിയെ ഒന്ന് വിളിച്ചു നോക്കാം. നമ്മുടെ കാറ്റഗിസത്തിന്റെ ഹെഡ് മിസ്റ്റേഴ്സ് ഒക്കെ അല്ലേ? നവലീനെ വിളിച്ചു പറയാം. ലവ്ലിയുടെ ഫോൺ ബിസിയാണ്. അത് പിന്നെ എപ്പോ വിളിച്ചാലും ലവ്ലിയുടെ ഫോൺ ബിസിയാണ്. ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ സാബുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. സാബു നമ്മുടെ കൂട്ടായ്മയുടെ ലീഡറല്ലേ? സാബുവിനെ വിളിച്ചു. സാബുവിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അത് ചിലപ്പോ ഡ്യൂട്ടി ആയിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ ശാന്തിയും ജോസിനെ കണ്ടായിരുന്നു. അവർ ചിലപ്പം വീട്ടിൽ കാണും. അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ജോസിനെ വിളിക്കാം.
ഹലോ ജോസേ. ആ ഹലോ ജോണേ. അതെ ജോസേ, ജോസിപ്പോ വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ. അതെ ജോസേ, ആ? എനിക്ക് അത്യാവശ്യമായി ഒരു ഉപകാരം ചെയ്യണം. ഞാൻ അവിടെ വരെ ഒന്ന് വരികയാണ്. വന്നിട്ടെല്ലാം വിശദമായിട്ട് പറയാം. എന്നാൽ ശരി ജോസേ. ഓക്കെ ജോണേ, എന്നാ കാണാം. അതെ ഈശോയെ, ഞങ്ങള് രാവിലെ അല്പം തിരക്കിലാണ്. ഈശോ അറിഞ്ഞില്ലേ, ഇന്ന് ഞങ്ങളുടെ ജെയ്സന്റെ കല്യാണം. ഞങ്ങള് രാവിലെ കല്യാണത്തിന് പോവാനായിട്ട് റെഡിയായി ഇരിക്കുകയാണ്. ഈശോ ഞങ്ങളുടെ കൂടെ വന്നാൽ ശരിയായി. കാരണം അവിടെ വലിയ ഫംഗ്ഷനും പാർട്ടിയൊക്കെ. ഈശോയ്ക്ക് അറിയാമല്ലേ ഞങ്ങളുടെ ലണ്ടനിലെ ഫംഗ്ഷൻ, പ്രത്യേകിച്ചും ഞങ്ങളുടെ ആഫ്റ്റർ പാർട്ടി. ഈശോയ്ക്ക് അതൊന്നും ഇഷ്ടമാണ്. ഈശോ ഇവിടെ തനി ഇരുന്നാലും ഈശോയ്ക്ക് ബോറടി. ഈശോ അതുകൊണ്ട് വിഷമിക്കണ്ട. അത് ഞങ്ങൾ വേറെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൂസ, നീ ഒരു കാര്യം ചെയ്യാം, പിള്ളേരെ കുറിച്ച് റെഡിയായി. ഞാൻ ഈശോയും ഇപ്പൊ പോയത്. ഓക്കെ, ഞാൻ പോയി റെഡിയാക്കാം. ശരി. അതാ ജോണല്ലേ? ജോണോ? ജോൺ അങ്ങനെ നമ്മൾ ഫോൺ വിളിക്കുന്നതല്ല. പിന്നെ എന്തെങ്കിലും വിശേഷിച്ച്? ഇത് മിക്കവാറും എന്തെങ്കിലും പാരയായിരിക്കും. അതല്ലെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. ജോണോ? 100 ആയസായി ജോണിന്. ജോണിന്റെ കാര്യം പറഞ്ഞപ്പോ നാം എടുത്തേ ഉള്ളൂ. അല്ല ഇതാരാ? ഈശോയോ? ഈശോ സ്തുതിയായിരിക്കട്ടെ. അതെ ജോസേ, എനിക്കൊരു ഉപകാരം ചെയ്യാം. ഒരു കുറച്ച് സമയത്തേക്ക് ഈ ഈശോയെ നിങ്ങളുടെ ഭവനത്തിലൊന്ന് താമസിപ്പിക്കണം. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് കല്യാണത്തിന് പോകാനാണ്. കൂടിയൊരു 3 മണിക്കൂർ. അത് കഴിയുമ്പോൾ ഞാൻ വന്ന് ഈശോയെ കൂട്ടിക്കൊണ്ട് പോകാം. അതെ ജോണേ, ഒരു കാര്യം, ഈ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വന്ന് കൊണ്ടുപോകണം. ഇന്നേ ഞങ്ങൾക്ക് ലണ്ടൻ കൺവെൻഷന് പോകാനുള്ളതാണ്. ഞാനാണെങ്കിൽ ഇന്ന് ഏറ്റവും മുന്നിൽ പോയിരുന്ന് ലണ്ടൻ കൺവെൻഷൻ കൂടണമെന്ന് ഓർക്കുക. സമയത്തങ്ങ് പോകണം. അതുകൊണ്ട് ജോണേ സമയം പറഞ്ഞേക്കല്ലേ. എന്നെ കൂടാതെയാണോ നിങ്ങൾ കൺവെൻഷനും കല്യാണത്തിനും ഒക്കെ പോകുന്നത്? ജോസേ, ജോസഫ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാനും ഒരു സ്വരം കേട്ടു. ചിലപ്പോ തോന്നിയതായിരിക്കും. എന്നാ തോന്നിയതായിരിക്കും. എന്നാൽ ശരി ജോസേ, ഞാൻ പോയിട്ട് വരാം. വന്നിട്ട് കാണാം. ഓക്കെ, എന്നാ സമയം മറക്കരുത് കേട്ടോ. ശരി ജോസേ. എടാ മക്കളെ, ഇങ്ങോട്ട് വന്നേ നിങ്ങള്. ആ ഈശോ വന്നേക്കും. അമ്മയ്ക്കാണെ അടുക്കളയിൽ 100 കൂടെ പണിയുണ്ട് കൺവെൻഷൻ. അതുകൊണ്ട് നിങ്ങൾ ഈശോയുടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ജോസേ, ഡ്രസ്കോയിൽ പോയി മേടിക്കാൻ പറഞ്ഞ സാധനം വേറെ പോയി മേടിച്ചെടുക്കാം. ശരി എന്നാ. ഈശോ വിളിക്കും. ഞാൻ ഡെസ്ക് വരെ പോയിട്ട് വരാം. ഈശോ, oh boy, anyway, nice to meet you. What will you say? Isho, what type of phone do you have? You have this game on your phone. Isha, have you seen the new movie of James Bond? What's the movie called? Skyfall. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമായ തൊഴിലുള്ള എൻ്റെ പക്കലുണ്ട്. മറ്റൊന്നും നിങ്ങൾക്ക് പൂർണ്ണ സന്തോഷം നൽകുകയില്ല. ഈശോ മലയാളിയാണെന്നാ തോന്നുന്നത്. നമ്മളൊന്നും ഈശോയ്ക്ക് മനസ്സിലായില്ല. എടാ മക്കളെ, ജോണിന് വന്നില്ല. ഇല്ല അപ്പൊ ശരി, വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഇത് കൊണ്ട് വെച്ചിട്ട് അമ്മയും വിളിച്ചു. ജോസ് വന്നോ? എത്ര നേരമായി ജോൺ പോയിട്ട്? നിങ്ങളൊന്ന് വിളിച്ചു നോക്കുന്നേ, നമുക്ക് ലേറ്റ് ആവുമല്ലെങ്കിൽ. ശരി, ഒന്ന് വിളിച്ചു കാണും. ഹലോ ജോണേ, ഇതെവിടെയാ? നിങ്ങൾ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഞാനാണെങ്കിൽ ലണ്ടൻ കൺവെൻഷൻ പോകാൻ ലേറ്റുമായി. അതെ ജോസേ, ഞാൻ അല്പം തിരക്കില്ല. എങ്ങനെയെങ്കിലും കുറച്ച് സമയം കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ ശരി ജോസേ. അതെ ജോണേ, ഹലോ. അയാൾ ഫോണും തട്ടി. ഇനി എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യാനാ? അനുഭവിച്ചോ? ആ ജോണിന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. നീ
എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഇനിയിപ്പോ എന്താ ഐഡിയ? നമ്മുടെ ഈശോയെ ഏൽപ്പിക്കാൻ പറ്റിയൊരാളുണ്ട്. ഇതിപ്പോ അങ്ങനെ ഒരാള് നമുക്ക് നമ്മുടെ പള്ളിയിലെ അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ഈശോയെ നല്ല ഐഡിയ. ഈശോയെ എന്നാൽ ഈശോയെ നമുക്ക് പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. അവിടെയാകുമ്പോൾ ഈശോയ്ക്ക് അച്ഛൻ്റെ കൂടെ സുഖമായി താമസിക്കാമല്ലോ. എന്നാ ഈ സമയം തന്നെ പോയിക്കളെ. അച്ഛന് മനസ്സിലായല്ലോ, ഇത് നമ്മുടെ ഈശോയല്ലേ? അത്ര പിടിക്കുന്നു. അച്ഛോ, അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്യും. എനിക്കാണെങ്കിൽ ലണ്ടൻ കൺവെൻഷൻ ഒന്ന് പോകണമായിരുന്നു. ലേറ്റ് ആയി. ഈശോയെ അച്ഛൻ്റെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ജോൺ തന്ന പണിയാണ്. അതെ ജോസഫ്, ഇത്തരം കാര്യങ്ങൾ ഞാൻ കമ്മിറ്റിയിലായിരിക്കാൻ ചെയ്യാറുണ്ട്. തന്നെയുമല്ല, റിലാക്സിയോനെ നിർമ്മാണയും ദൈവ മനുഷ്യ ബന്ധം എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ ഞാൻ റോമിലേക്ക് തിരിക്കുകയും നാളെ തന്നെ പുറപ്പെടുകയും 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയും. ഓ, ഈ അച്ഛൻ്റെ ഒരു ഭാഗ്യം. കഴിഞ്ഞ ആഴ്ചയല്ലേ അച്ഛൻ അമേരിക്ക പോയിട്ടിങ് വന്നത്? എല്ലാം ദൈവകൃപ. ഒരു കാര്യം ചെയ്യും, മടത്തിൽ ചെന്ന് അത് പ്രതീക്ഷിക്കാനായി പറയും. സിസ്റ്റർ അത് കൈകാര്യം ചെയ്യാതിരിക്കും. ഞാൻ പറഞ്ഞോളൂ. ശരി അച്ഛ, അത് നല്ലൊരു ഐഡിയ. എന്നാ അങ്ങനെ ചെയ്തു. ആയിക്കോട്ടെ. ഞാനും ഇപ്പൊ അച്ഛൻ്റെ കാര്യം ഓർത്തേ ഉള്ളൂ അച്ഛാ. ഇതാണ് ഈശോയല്ലേ? ഈശോ വിശേഷിക്കുകയല്ലേ? എന്റെ ഭർത്താവേ, എന്തൊരു ഭാഗ്യമാണ് എനിക്ക് ഈശോയെ കാണാൻ സാധിച്ചല്ലോ. എന്താ അച്ഛാ, ഈശോ എന്താ ഇവിടെ? അത് സിസ്റ്ററെ, ഈ ഈശോയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം. അതെന്താ അച്ഛോ അതൊരു പ്രശ്നം? അതെന്താന്ന് വെച്ചാൽ ഒരു 2-3 ദിവസത്തേക്ക് മഠത്തിൽ ഈശോയെ ഒന്ന് താമസിക്കുന്നു. ഒരു 3 ദിവസത്തേക്ക്. തിരികെ വരുമ്പോൾ ഞാനൊരു പരിഹാരം കണ്ടുകൊള്ളാം. അതിപ്പോ എങ്ങനെയാ അച്ഛാ ശരിയാവുന്നത്? ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി കോൺവെന്റ് ഒക്കെ കൂട്ടി ഒരു 3 ആഴ്ചത്തെ ധ്യാനത്തിന് പോകാനിരിക്കുക. അച്ഛനാ കൈ നീട്ടിക്കുക അച്ഛോ. ഈ താക്കോൽ ഏൽപ്പിക്കാനാണ് ഞാനിപ്പോ വന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സമൂഹത്തിലും സുഖലോലുപതയിലും എന്നെ തിരയുകയും വേദനിക്കുന്നവരിൽ നിന്ന് നിരാരംഭരിൽ നിന്നും ഓടിയൊളിക്കുകയും ചെയ്യുന്ന ഈ സമൂഹമേ, എന്നോടൊത്ത് വസിക്കാൻ സാധിക്കാത്ത വിധം എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം മരവിച്ചു പോയി? ഇറങ്ങി കൂടെ വരാൻ കൊതിക്കുന്ന ഈശോ, നീ ജോലി ചെയ്യുമ്പോൾ നിന്റെ കൂടെ നിന്ന് സഹായിക്കാൻ, നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കൂടെ നടന്ന് സംരക്ഷിക്കുവാൻ ഈശോ അതാണ് ആഗ്രഹിച്ചത്. തനിയാകുന്ന നിമിഷങ്ങളിൽ ഓർക്കുക, ഈശോ അടുത്തുണ്ട്. നിങ്ങളുടെ ദുഃഖങ്ങളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക്, മടുപ്പിക്കുന്ന യാത്രകളിലേക്ക്, ക്ലേശകരമായ അധ്വാനങ്ങളിലേക്ക്, പഠനമേശകളിലേക്ക് ഒരു കൂട്ടുകാരനായി അവിടുത്തെ ക്ഷണിക്കൂ. ഒരുപാട് സ്നേഹത്തോടെ അവൻ കടന്നു വരും. കാരണം ഈശോ സ്നേഹമാണ്.